ഹായ് ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ എൻ്റെ ഈ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വലിയ വീഡിയോ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ അല്ലാത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇടുക്കിക്കാരിയായിട്ടുള്ള ഞാൻ ഇവിടെ വയനാട് വന്നിട്ട് ഞാൻ എവിടെയാണ് താമസിക്കുന്നത്, എൻ്റെ വയനാടൻ വിശേഷങ്ങളാണ് ഇനിയുള്ള വ്ളോഗിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ നിലവിൽ താമസിക്കുന്ന വീട്. നമ്മുടെ സ്വന്തം വീട് ഇതല്ല, നമ്മളിപ്പോൾ തൽക്കാലം റെൻറ്റിനാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലാണ് കേട്ടോ നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും ഉണ്ട്. ഹസ്ബൻഡിൻ്റെ അമ്മ, മോന്, അച്ഛൻ, അങ്ങനെ എല്ലാവരുമായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോരുകയാണ്. മാത്രമല്ല, നമ്മുടെ ഈ ഒരു വീടും ഈ വീടിൻ്റെ ചുറ്റുവട്ടവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഇടുക്കിയിൽ നിന്ന് വന്ന ഒരാളായിട്ടായിരിക്കും ഈ കാടും ഒരു കാട് പിടിച്ച അവസ്ഥയൊക്കെ എന്നെ ഭയങ്കരമായിട്ടും ഒരു എന്താ പറയുക, നമ്മൾ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന അതേ ഒരു ഫീലാണ് എനിക്കിവിടെ വരുമ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ചുറ്റുവട്ടവും കാര്യങ്ങളൊക്കെ വരുന്നത്. കാപ്പിത്തോട്ടത്തിന് നടുക്കാണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത്. അതാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുമാതിരി ഒരു കാട് പിടിച്ചൊരു ഫീല് തോന്നും. എങ്കിലും നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല എന്താ പറയുക, നല്ലൊരു കാലാവസ്ഥയും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാറ്റും, ഇത്രയും മരങ്ങളൊക്കെ ഉള്ളത് കാരണം തന്നെ നല്ല കാറ്റും അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഫീലാണ് ഇവിടുത്തെ ജീവിതം. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിലെ എരമ്പൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അതാ നമ്മളിവിടെ ഇഞ്ചിയൊക്കെ നടാനുള്ള കാര്യങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഏത് സൈഡിൽ നിന്ന് നമ്മൾ നോക്കിയാലും കാപ്പിത്തോട്ടം തന്നെയാണ് കാണുന്നത്. ശരിക്കും കാപ്പിത്തോട്ടത്തിലൊരു